ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഹെയർ ബോ ചെയ്യാം. ഞാനിവിടെ റിബൺ അഴിച്ചെടുക്കുമായിരുന്നു കേട്ടോ. രണ്ടും തമ്മിൽ കുരുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. റെഡും വൈറ്റും കൂടി ഒന്നിച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സാറ്റിൻ്റെ റിബണും അതുപോലെ തന്നെ ഓർഗൻസ റിബണും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഒന്നൊരുക്കി കൊടുക്കുകയാണ് കേട്ടോ. അതായത് വൈറ്റ് കളർ എടുത്തേക്കുന്നത് സാറ്റിൻ്റെ റിബണ്, റെഡ് കളർ എടുത്തേക്കുന്നത് നമ്മുടെ ഓർഗൻസ റിബണുമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ അരികൊന്ന് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വർക്ക് മൊത്തത്തിൽ നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങളിപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട. കാരണം ഇതിങ്ങനെ ചെയ്തതിന് ശേഷം എപ്പോഴും ചെയ്യുന്ന പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു ഫ്രില്ലിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ കുട്ടി കുട്ടി പ്ലേറ്റുകൾ എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം ഇട്ടെടുക്കുക കേട്ടോ. നമുക്ക് കുറച്ച് വലിയ ഫ്ലവറാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് അളവ് ചോദിച്ചാൽ ഞാൻ ശരിക്കും ഇതിൻ്റെ അളവ് എടുത്തിട്ടല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാൻ ഈ ഒരു അളവിൽ കിട്ടുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കിട്ടുന്ന ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തേക്കുന്നത്. രസമല്ലേ? നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ? നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല രസമുണ്ടാവും. എന്നിട്ട് നമുക്കൊരു ഇതിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും മിക്കുള്ള വീഡിയോയിൽ അളവ് പറയാൻ വിട്ടതെന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ശരിക്കും അളവ് എടുത്തിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ എൻ്റേതായ ഒരു ഐഡിയയ്ക്ക് അങ്ങ് ചെയ്തു പോകുന്നതാണ്. വീഡിയോയുടെ ആദ്യമൊക്കെ ആകുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അയ്യോ അളവ് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. നമ്മളെപ്പോഴും ചെയ്യുന്നതിൻ്റെ ഒരു ഇതിൽ അങ്ങ് ചെയ്തു പോകുന്നതാണ് കേട്ടോ. കറക്റ്റ് അളവുകളൊന്നിനും ഞാനങ്ങനെ എടുക്കാറില്ല. അപ്പോൾ അളവ് അങ്ങനെ നിർബന്ധമില്ല കേട്ടോ. അളവ് എടുക്കണം, ഇനി ഇത്ര തന്നെ വേണം, അങ്ങനെയില്ല. നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത്ര വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്രയും വലിയൊരു ഫ്ലവർ കിട്ടും എന്നൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കുഞ്ഞ് 3 ഫ്ലവർ വെച്ചിട്ട് റോസും വൈറ്റും കൂടി ചെയ്യുന്നത് ഓർഗൻസ റിബണിൻ്റെ നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു ഹെയർ ബോയ് ആണ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതേ ഇവിടെ അരി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ഇങ്ങ് എത്താറായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇനി മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോ കേട്ടോ. ഒട്ടും താമസിപ്പിക്കാണ്ട് കോൺടാക്റ്റ് ചെയ്തോ. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുത്തിട്ടില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഉള്ളതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു ഞൊറിവ് ഒന്ന് ഈക്വലാക്കി കൊടുക്കുക. അതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചുരുങ്ങിയിരിക്കുമല്ലോ, കൂടുതലും കുറവായിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈക്വലാക്കിയിട്ട് നേരെയാക്കി കൊടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഇതുപോലെ ഇങ്ങനെ വിടിയിച്ച് കറക്റ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ ഒത്തിരിയും പേർക്കും ഇപ്പോഴും ഡൗട്ടുണ്ട്. നമ്മൾ എന്താണ് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഇപ്പോഴും കുറേ മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ അക്സസറീസ് മേക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിന്നോ നമ്പർ കിട്ടും കേട്ടോ. അപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി. കോള് പറ്റത്തില്ല കേട്ടോ. കുറേ പേര് കോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് കോള് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജാണ് കേട്ടോ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ ഉപയോഗം ഇപ്പോഴാണ് വരിക. ഇതുപോലെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് റൗണ്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പോർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ചും കൊടുക്കാം. പരിപാടി ഒന്ന് എളുപ്പമായി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു സംഭവം ഇളകിപ്പോയാൽ നമുക്ക് പ്രശ്നമില്ല. കാരണം ഇത് നമ്മളിനി ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ടും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇനി തയ്ക്കുന്നതാണ് എളുപ്പം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് 1-2 സ്റ്റിച്ചുകൾ കൊടുത്ത് വന്നാലും മതി, ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ കറക്കി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമുള്ളൊരു ഫ്ലവർ തന്നെയാണ്. റെഡും വൈറ്റും കൂടെ ഓർഗൻസയും സാറ്റിൻ്റെയും കൂടെ കോമ്പിനേഷൻ വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള നല്ല രസമുള്ളൊരു വർക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ മറിച്ച് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ സാറ്റിൻ്റെ തന്നെ 2 റിബൺ, റെഡും വൈറ്റും നിങ്ങൾ എടുത്തിട്ട് ഇത് ട്രൈ ചെയ്യേണ്ട. സാധാരണ ഞാൻ ചെയ്യുന്ന വർക്കുകളിലൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് റിബൺ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്യാമെന്ന്. പക്ഷേ അത് അങ്ങനെ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. സാറ്റിൻ്റെ റിബണും അതുപോലെ തന്നെ ഓർഗൻസയുടെ റിബണും കൂടി എടുത്താലായിരിക്കും ഒരു ഭംഗി ഉണ്ടാവുക. അതുപോലെ തന്നെ
വൈറ്റ് കളർ എപ്പോഴും എന്താണ് നമ്മുടെ സാറ്റിൻ്റെ റിബൺ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് റെഡ് ഓർഗൻസ കൊടുക്കുമ്പോഴായിരിക്കും ഒരു രസം ഉണ്ടാവുക. നമ്മളിതിന് മുന്നേയും ചെയ്തിട്ടുണ്ട് വൈറ്റിൻ്റെ ഒരു റിബണും, അതുപോലെ തന്നെ വൈറ്റിൻ്റെ റിബൺ അന്ന് എടുത്തതും സാറ്റിനായിരുന്നു. പിന്നെ റോസ് കളർ റിബൺ എടുത്തത് ഓർഗൻസ ആയിരുന്നു. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടുക കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വർക്കാണ് കേട്ടോ. അതും നിങ്ങൾക്ക് 55 രൂപയ്ക്കോ 60 രൂപയ്ക്കോ ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കാണ്. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറ്റ ഫ്ലവർ വെച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. കുറച്ച് വലിയ ഫ്ലവർ തന്നെയാണ്. അപ്പോൾ അത് തന്നെ മതിയാവും കേട്ടോ. നിങ്ങൾക്ക് 45 രൂപയ്ക്കോ 50 രൂപയ്ക്കോ 55 രൂപയ്ക്കോ ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റും. ഞാനെപ്പോഴും ഈ 45ൻ്റെ കണക്ക് പറയുന്നത് വെച്ചാൽ എൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ എനിക്ക് ഹെയർ ബോ ഒക്കെ കിട്ടാമെന്ന് പറയുന്നത് കൂടുതലും ആ ഒരു റേറ്റിനാണ്. 45 രൂപയ്ക്കൊക്കെ ആയിരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ റേറ്റ് പറയുന്നത്. നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയാണോ റേറ്റ് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് നല്ല സിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഞാൻ ഈ പറയുന്ന റേറ്റ് തന്നെ കൊടുക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മുതലാവണം എന്നുമില്ല. അപ്പോൾ അത് കൂടെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. അതായത് നിങ്ങളുടെ ഏരിയയിലെ ആൾക്കാർ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അവരുടെ ഒരു രീതിയൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ റേറ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ടും കൂടി ഒട്ടിച്ചു കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ മധ്യഭാഗം കുറച്ച് പൊന്തിയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. അത് നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ക്യാൻവാസിൻ്റെ ഷീറ്റിൽ ഒട്ടിക്കുന്ന സമയത്ത് ആ സെൻറ്റർ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് അതും കൂടി ക്യാൻവാസിൽ ഒട്ടുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ മെറ്റൽ ബോയാണ് എടുത്തേക്കുന്നത്, സാറ്റിൻ കവറിങ് ടൈപ്പ്. അപ്പോൾ ഇത് ഞാൻ റെഡ് കളർ ബോയിലോട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ബ്ലാക്കിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, രസം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ റെഡ് അവൈലബിൾ ആയതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ചെയ്ത് കൊടുത്തേക്കുവാണ്. എന്നിട്ട് അടിഭാഗത്തും കൂടി ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ആ ഒരു ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കാം, വിട്ട് പോകണ്ട. ഇതും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെയർ ബോ ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്രിസ്മസിന് സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു വർക്ക് തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി വർക്കുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ മക്കൾക്കെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾക്ക് മെറ്റീരിയൽസ് അവൈലബിൾ അല്ല, ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസിന് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മക്കളെങ്കിലും ഈ ഒരു വർക്കൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾക്ക് പുറത്തോട്ട് ചെയ്ത് കൊടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വർക്കുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് വർക്കുകൾ കാണാം. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. സാറ്റിൻ റിബൺ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറും തമ്മിൽ വ്യത്യാസമുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ബോയാണ്. അതുപോലെ തന്നെ ഇതും സാറ്റിൻ്റെ 2 കളറ് ഇതിൽ 3 കളറും കൂടി ചേർത്തിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വർക്കും. ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടും കേട്ടോ. ഇത് വേറൊരു വർക്ക്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.